വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദൂര രാജ്യത്തിൽ എലിസ എന്ന ദയയും സുന്ദരിയുമായ ഒരു രാജകുമാരി താമസിച്ചിരുന്നു. സ്വർണ്ണമുടിയും തിളങ്ങുന്ന നീലക്കണ്ണുകളും നന്മ നിറഞ്ഞ ഹൃദയവും എലിസയുടെ സവിശേഷത ആയിരുന്നു. എല്ലാ ദിവസവും പൂക്കളും പക്ഷികളും നിറഞ്ഞ ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ സന്ദർശിക്കുവാൻ എലിസയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചസമയത്ത് അവൾ പതിവ് പോലെ നടക്കുമ്പോൾ ഒരു പഴയ ഗേറ്റ് കാണുകയുണ്ടായി. അതിൽ ധാരാളം കാട്ടുവള്ളികൾ പൊതിഞ്ഞിരുന്നു. നടക്കുന്നതിനിടയിൽ ഗേറ്റിലെ വള്ളിയിൽ തട്ടി എലിസ ഇടറി വീണു. ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് എലിസ കൗതുകത്തോടെ ആ ഗേറ്റ് തള്ളി തുറന്നു. അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. അതാ, അവളുടെ തൊട്ടു മുൻപിൽ ഒരു മാന്ത്രിക പൂന്തോട്ടം. പക്ഷേ അതിശയം എന്ന് പറയട്ടെ, കണ്ണടച്ചു തുറക്കും മുൻപ് അവൾ കണ്ടെത്തിയ പൂന്തോട്ടം പൂർണ്ണമായി വാടിക്കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഞാൻ ഇപ്പോൾ കണ്ട മനോഹരമായ സ്ഥലം ഇത്ര വേഗം എങ്ങനെ ഇല്ലാതെയായി? അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു. അപ്പോളാണ് ട്വിങ്കിൾ എന്നു പേരുള്ള ഒരു കൊച്ചു മാലാഖ എലിസയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. എലിസ രാജകുമാരിയെ കണ്ടതും മാലാഖ സന്തോഷത്തോടെ പറഞ്ഞു, "ഓ എലിസ, നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി. എന്തുകൊണ്ടാണ് പൂന്തോട്ടം ഇത്ര വേഗം കരിഞ്ഞ് ഇല്ലാതെയായത്?" എലിസ രാജകുമാരി ചോദിച്ചു. ട്വിങ്കിൾ വിശദീകരിച്ചു, "ഈ പൂന്തോട്ടം മാന്ത്രിക ശക്തിയുള്ളതാണ്. അതിനെ പരിപാലിക്കുവാൻ നന്മയുള്ള ഹൃദയമുള്ള ഒരാൾ ആവശ്യമാണ്. നിങ്ങളെപ്പോലെ മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിനെ ഇനിയും തിരികെ കൊണ്ടുവരാൻ കഴിയൂ." എലിസ രാജകുമാരി അവരെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അവൾ പൂക്കൾക്ക് വെള്ളം നനയ്ക്കുകയും പക്ഷികളുടെ കൂടെ പാടാനും പുതിയ വിത്തുകൾ നട്ടുപിടിപ്പിക്കുവാനും തുടങ്ങി. എല്ലാ ദിവസവും അവൾ മാന്ത്രിക പൂന്തോട്ടത്തിൽ സമയം ചെലവഴിച്ചു. സാവധാനം പൂന്തോട്ടം വീണ്ടും പൂക്കുവാൻ തുടങ്ങി. എലിസയുടെ പരിചരണത്താൽ പൂക്കൾ ഉയരത്തിലും തിളക്കത്തിലും ഉണ്ടാകുവാൻ തുടങ്ങി. പക്ഷികൾ ആനന്ദത്തോടെ പാടി, മരങ്ങൾ സന്തോഷത്തോടെ ആടുവാനും തുടങ്ങി. ഒരു ദിവസം എലിസ രാജകുമാരി റോസാപ്പൂക്കളെ പരിപാലിക്കുമ്പോൾ ശുദ്ധമായ വെള്ളമുള്ള ഒരു കുളം പൂന്തോട്ടത്തിൽ കണ്ടെത്തി. അവൾ അതിനരികിൽ എത്തിയപ്പോൾ വെള്ളത്തിൽ അവളുടെ പ്രതിബിംബം തിളങ്ങുന്നത് കണ്ടു. പെട്ടെന്ന് ആ വെള്ളത്തിൽ നിന്നും മനോഹരമായ ഒരു ആമ ഉയർന്നു വന്നു. "നന്ദി എലിസ രാജകുമാരി," ആമ പറഞ്ഞു. "നിങ്ങളുടെ മനസ്സിലെ നന്മ കാരണം പൂന്തോട്ടം വീണ്ടും സജീവമായി. ഞങ്ങളുടെ നന്ദി സൂചകമായി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകുന്നു." ആമ എലിസ രാജകുമാരിക്ക് ഒരു മാന്ത്രിക മാല സമ്മാനിച്ചു. "ഈ മാല അത്ഭുതമാലയാണ്. നന്മ ഉള്ള മനസ്സ് ഉള്ള നീ ഈ മാല ധരിച്ചാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന വ്യത്യാസത്തെക്കുറിച്ചും ഇത് നിന്നെ ഓർമ്മിപ്പിക്കും." എലിസ രാജകുമാരി മാല ധരിച്ചു. അതിന്റെ ചൂടുള്ള സൗമ്യമായ തിളക്കം അനുഭവിച്ചു. അന്നു മുതൽ അവൾ മാന്ത്രിക ഉദ്യാനത്തെ പരിപാലിക്കുകയും രാജ്യത്തുടനീളം നന്മ പ്രചരിപ്പിക്കുകയും ചെയ്തു. എലിസ രാജകുമാരിയുടെ സ്നേഹനിർഭരമായ മനസ്സിന്റെ നന്മയിൽ പൂത്തുലഞ്ഞ സൗന്ദര്യം കാണാൻ എല്ലാവരും പൂന്തോട്ടത്തിൽ എത്തിത്തുടങ്ങി. അങ്ങനെ ആ പൂന്തോട്ടം സന്തോഷത്തിന്റെയും അത്ഭുതത്തിന്റെയും സ്ഥലമായി മാറി. അങ്ങനെ എലിസ രാജകുമാരി, ട്വിങ്കിൾ എന്ന മാലാഖയും മറ്റെല്ലാ മാന്ത്രിക ജീവികളും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. മനസ്സിന്റെ നന്മയും അല്പം മാന്ത്രികതയും കൊണ്ട് എന്തും സാധ്യമാണെന്ന് അവർ ഈ ലോകത്തെ കാട്ടിക്കൊടുത്തു.